ഹായ് ഗൈസ്, റമദാൻ സ്പെഷ്യലായിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കി വെക്കാം. ക്യാരറ്റ് വെച്ച് ക്യാരറ്റ് ബീറ്റ് ചെയ്തതും തേങ്ങ തിരുവിയതും എടുത്ത് വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് നന്നായി ചൂടായ ശേഷം ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിനകത്തോട്ട് തട്ടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ പച്ച മണമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വറുത്ത രീതിയിൽ കിട്ടും. അപ്പോഴതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ആ തേങ്ങ തട്ടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിനകത്ത് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് ശർക്കര ചീവി വെച്ചിരുന്നത് തട്ടിയിട്ട് അതിനകത്ത് ഇളക്കി നന്നായിട്ട് ആ ശർക്കര നന്നായിട്ട് അതിനകത്ത് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി ആക്കി വെക്കണം. എന്നിട്ട് ഒരു സ്പൂൺ പാൽപ്പൊടി, ഒറ്റ സ്പൂൺ പാൽപ്പൊടിയുടെ ആവശ്യമുള്ളൂ. ആ ഒരു സ്പൂൺ പാൽപ്പൊടി തട്ടിയിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നല്ലതുപോലെ മൊരിച്ചിതാക്കി എടുക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കണം. ചൂടാറിയതിന് ശേഷം നമ്മൾ ലഡു പിടിക്കുന്നത് പോലെ ഉരുട്ടി എടുക്കണം. അങ്ങനെ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലാതെയും തിന്നാവുന്നതാണ്. മക്കൾക്കൊക്കെ കൊടുക്കാൻ ലഡുവിൻ്റെ രൂപത്തിലെടുത്താൽ അവർക്ക് കൂടെ ടേസ്റ്റായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റാണ്, തിന്നാൻ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും കമൻറ്റ് അയക്കണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, താങ്ക് യു.